നാലിൽ നാലും നഷ്ടപ്പെട്ട് ബി.ജെ.പി വട്ടപൂജ്യമായി മാറി. മോദി തരംഗത്തിൽ തിമിർത്താടിയ ഇന്ത്യ രാജ്യം ഇപ്പോൾ ഇതേ മോദിയെ കൈവിട്ടിരിക്കുകയാണ് എന്നതിന് മറ്റെന്തെങ്കിലും തെളിവ് വേണോ എന്ന് ഇതേ ബി.ജെ.പിക്കാർ തന്നെ തുറന്നടിക്കുമ്പോൾ നിക്കക്കള്ളിയില്ലാതെ വിദേശത്തേക്ക് നാട് കടന്നിരിക്കുകയാണ് മോദി എന്ന വീരനായകൻ. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്കും യു.പിയിലെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിനും ഒരുങ്ങവെയുള്ള തിരിച്ചടി ബി.ജെ.പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാന ഉപതെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ലാതെ ബി.ജെ.പി കുഴയുകയാണിപ്പോൾ. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 4-ൽ 3 സീറ്റുകളും ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. എന്നാൽ 4 സീറ്റുകളും വമ്പൻ ഭൂരിപക്ഷത്തിൽ തൃണമൂൽ പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ബംഗാളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. 2019 ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങിയ പാർട്ടി 12 സീറ്റിൽ ഒതുങ്ങി. 18 സീറ്റാണ് 2019-ൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 29 സീറ്റ് നേടി. 42 ലോക്സഭാ സീറ്റാണ് ബംഗാളിലുള്ളത്. 42 സീറ്റിലും തനിച്ചു മത്സരിച്ചാണ് TMC ശക്തി തെളിയിച്ചത്. ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ. സന്ദേശ് ഖാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി പ്രചാരണം. മമതാ ബാനർജിയുടെ ഭരണത്തിൻ കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സന്ദേശ് ഖാലി വിഷയം ഉയർത്തിക്കാട്ടി ബി.ജെ.പി പ്രചാരണം നടത്തി. എന്നാൽ പരാതി കൊടുക്കാൻ തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു എന്ന പല സ്ത്രീകളുടെയും വെളിപ്പെടുത്തൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. സന്ദേശ് ഖാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി.ജെ.പി നേതാവിന്റെ വീഡിയോ സന്ദേശ് ഖാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി.ജെ.പി നേതാവിന്റെ വീഡിയോ കൂടി തൃണമൂൽ പുറത്തുവിട്ടതോടെ ബി.ജെ.പി കൂടുതൽ പരുങ്ങലിലായി.